ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഈസി ആയിട്ടുള്ള വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ദം ബിരിയാണി നോക്കാം. അപ്പോൾ അതിനായിട്ട് അരി വേവിക്കാനായിട്ട് ഞാനൊരു കലം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് 2 കപ്പ് അരി, ഞാൻ ഇന്ന് 2 കപ്പ് അരിയുടെ അളവാണ് കാണിക്കുന്നത്. അപ്പോൾ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെള്ളം കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കണം. ഒരു 10 മിനിറ്റ് ആയതിന് ശേഷം നമുക്കൊരു അരിപ്പയിൽ ഊറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇടേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ബേ ലീഫ്, 2 ചെറിയ തുണ്ട് പട്ട, ഇത് തക്കോലമില്ലേ, സ്റ്റാർ അനീസ്, അതിൻ്റെ പകുതിയാണ്. പിന്നെ 2 ഏലക്ക, 3 ഗ്രാമ്പു, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹോൾ സ്പൈസസ് ആദ്യം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടെ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇനി ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ. ഇടയ്ക്കൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ അരിയെല്ലാം 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ബിരിയാണി, പുലാവ് പോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ അരി 3/4 ഭാഗമേ വേവിക്കുകയുള്ളൂ. മുഴുവൻ വെന്ത് കഴിഞ്ഞാൽ വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നമ്മുടെ ബിരിയാണിയുടെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നോക്കാം. അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പിന്നെ സവോള, അത് നീളത്തിന് ചെറിയ കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. അത് വറുത്ത് കോരാൻ ആവശ്യമുള്ള എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പിട്ട് വറുത്തെടുക്കാം. നല്ല ചൂടായിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആവും. ഇനി നമുക്ക് കിസ്മിസ് ഇട്ട് വറുത്ത് കോരാം. കിസ്മിസും പെട്ടെന്ന് തന്നെ ആവും. ഇനി നമുക്ക് നമ്മൾ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് വരണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമൊക്കെ ആകുമ്പോൾ, അതായത് ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ നമ്മളൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരണ്ട. ഈ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാം. കാരണം നമ്മൾ ഇത് എടുത്തതിന് ശേഷം പ്ലേറ്റിലിരുന്ന് ഇത് കുറച്ചുകൂടെ ഒന്ന് മൂക്കും. അപ്പോൾ ഒരുപാട് മൊരിച്ചാണ് എടുക്കുന്നതെങ്കിൽ ഉള്ളി അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ എടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായിട്ട് 2 മീഡിയം സൈസ് സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഒരു വലിയ തക്കാളിയാണ്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, രണ്ടും പേസ്റ്റ് ആക്കിയതാണ്. പിന്നെ 2 പച്ചമുളക്, ഒരല്പം പുതിനയില, ഒരല്പം മല്ലിയില, ഇത് 3 നമുക്ക് പേസ്റ്റാക്കി എടുക്കണം. പിന്നെ പൊടികളെല്ലാം എടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ആദ്യം ചേർത്ത് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവോള വഴണ്ടി കിട്ടാൻ നമുക്ക് ഇതിലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതുപോലെ കളറ് മാറി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതും നന്നായിട്ട് വഴണ്ട് വരണം. ഇത് ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക്, മല്ലിയില, പുതിനയില അരച്ച് വെച്ചില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഉണ്ടായിരുന്നുകൊണ്ട് മിക്സിയിൽ അരയ്ക്കാൻ പാടായിരുന്നു. അതുകൊണ്ട് ഒരല്പം വെള്ളം ചേർത്താണ് അരച്ചൊഴിച്ച്, അതാണ് വെള്ളം പോലെ ഇരുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് തക്കാളി വെന്തുടയുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളിക്ക് മാത്രമാണ് ഉപ്പിട്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ചിക്കൻ പീസസിന് ചേർത്തിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തത്. ഇനി 1 ടേബിൾ സ്പൂൺ തൈര്, നല്ല കട്ട തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട്
തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വടിച്ചു വെച്ചിരുന്നില്ലേ ചോറ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. അത് ഒരു ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു 1/4 കപ്പ് പാലിൽ ഒരു 1/4 ടീസ്പൂൺ താഴെയുള്ള മഞ്ഞൾപ്പൊടി, അതായത് 1/4 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടില്ല, അത് രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ്. അതും ഒഴിച്ചു കൊടുത്ത് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ നെയ്യ് നിങ്ങൾക്ക് കുഴപ്പമില്ല ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു അല്പമേ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നെയ്യുടെ ഒരു കുത്തൊന്നും ഈ ബിരിയാണിക്ക് വരില്ല. അതിനുശേഷം ബാക്കിയുള്ള ചോറും ഇട്ട് കൊടുത്ത് ആ പാലിൻ്റെ മിക്സ്ചറും ഒഴിച്ചു കൊടുത്തു. ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുത്തു. കൂട്ടത്തിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും അവസാനം വീണ്ടും ഒരു 1/4 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തതിന് ശേഷം മൂടി വെച്ച് തീ കുറച്ച് 10 മിനിറ്റ് ദം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തുറന്നു. ഇതിപ്പോൾ തുറക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ അച്ചാർ, സാലഡ്, പിന്നെ ഒരു ചമ്മന്തിയും കൂടെയാണ്. ഈ ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. കാരണം ഇത് സൂപ്പർ ചമ്മന്തിയാണ്. നമുക്ക് ബിരിയാണിയുടെ കൂടെയൊക്കെ ടേസ്റ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ ഈ ചമ്മന്തി എന്ത് വന്നാലും ബിരിയാണി വയ്ക്കുമ്പോൾ ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ബിരിയാണിയുടെ കൂടെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ വീട്ടിൽ ബിരിയാണി തയ്യാറാക്കിയതിന് ശേഷം എന്താണ് നിങ്ങളുടെ കമൻ്റ് എന്നുള്ളത്, ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ ഇനി ഇതുപോലെ വീണ്ടും സ്വാദിഷ്ടമായ മറ്റൊരു വിഭവമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.